ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിക്കൻ ലോലിപോപ്പാണ്. അപ്പം നമുക്കത് എളുപ്പത്തിൽ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ഒന്ന് ശരിയാക്കി എടുക്കണം. കണ്ടോ, ഇങ്ങനെ ഫുള്ളി ഇവിടുത്തെ ആ മാംസം നമ്മൾ പോട്ടി ഇരിഞ്ഞ് കേട്ടിട്ട് ഇങ്ങനെ അമക്കി കൈ കൊണ്ട് ഇങ്ങനെ അമക്കി കൊടുക്കണം. ഓക്കെ, കണ്ടോ, ഇതൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ല, ഇതിങ്ങനെ തന്നെ ഇടുവാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഞാൻ ആദ്യമേ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബാബാസിൻ്റെ നാച്ചുറൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. നല്ല ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇത് നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഒരു ബ്രാൻഡാണ്. ഇത് നമുക്ക് ഒരു 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇടാം. നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അവസാനം വേണ്ടുന്നത് ഉപ്പാണ്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉള്ള ഉപ്പ് ചേർത്തോളൂ. ഇത് നല്ലപോലെ നമ്മുടെ ചിക്കനിലെല്ലാം നല്ലപോലെ പുരട്ടിയെടുക്കണം. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 30 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കണം, അടച്ചേ. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ചിക്കനെല്ലാം നല്ലപോലെ അതിൻ്റെ അകത്ത് മസാലയും ഉപ്പുമൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ലോലിപോപ്പിന് കോട്ടിങ് തയ്യാറാക്കാം. അപ്പം അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ 3 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. നല്ലപോലെ നമ്മൾ ഈ ചിക്കനിലോട്ടെല്ലാം നല്ലപോലെ ഇത് രണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം. ഭയങ്കര ഡ്രൈ പോലെ. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ കോട്ടിങ് ആക്കുക. ഒരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. ഇനി അത് നല്ലപോലെ നമ്മൾ ചിക്കനിൽ പുരട്ടിയെടുക്കുക. നമ്മൾ ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇച്ചിരി കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചീനച്ചട്ടി എടുത്തേക്കണം. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കൻ വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനിയും ചിക്കൻ ആണെങ്കിൽ വറുത്തെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് 2 സൈഡും. നമുക്കിനി ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ ലോലിപോപ്പിൻ്റെ ലാസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ സോസ് ഉണ്ടാക്കുന്നതാണ്. അതിന് നമ്മളൊരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു പാനിലോട്ട്. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഗാർലിക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ആ എണ്ണയിൽ കിടന്ന് ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി കുറച്ചൊരു പിഞ്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ എണ്ണയിട്ട് മൂപ്പിച്ച ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ സ്പേഷ്വാൻ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒഴിച്ചു കൊടുക്കാം, ഒത്തിലേലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കണം. ഈ സ്പേഷ്വാൻ സോസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി സോസ് ആഡ് ചെയ്യാം. പിന്നെ നമുക്കൊരു കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ ഒരു പച്ച മണമൊക്കെ ഇല്ലേ, അത് മാറ്റി നല്ലപോലെ എടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഓരോന്നും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ നല്ലപോലെ ആ സോസ് എല്ലാമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ചിക്കൻ ലോലിപോപ്പ്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. എന്നിട്ട് നമ്മളുടെ കയ്യിൽ അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ ഇതേപോലെ ആ എല്ലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും.